നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഒരാഴ്ചയായി ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ട് ഞാനിന്ന് ഈ ദലിതനെ തല്ലിക്കൊല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നല്ല കാര്യങ്ങളല്ല. നിങ്ങളൊരു സമുദായത്തെ ഇല്ലാതാക്കാൻ നോക്കരുത്. ആ സമുദായം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മതത്തെ വിശ്വസിക്കാം, പറയാം, പ്രചരിപ്പിക്കാം. ഒരു ക്രൈസ്തവനും ഒരു മതത്തെ വിശ്വസിക്കാം, അവൻ്റെ മതത്തെ നിങ്ങളോടും പറയാം, ഈ പൊതുനിരത്തിൽ നിന്നും പറയാം. ഒരു മുസൽമാനും അവൻ്റെ മതത്തെ ഈ പൊതുനിരത്തിൽ സമൂഹത്തിനോട് വിളിച്ചു പറയാം. അവൻ്റെ വിശ്വാസം എന്താണെന്നും എന്നാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ. അതിന് നിങ്ങളാരും കണ്ടുകടിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു മുസൽമാൻ ബാങ്ക് വിളിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്, അയാളുടെ വിശ്വാസം അള്ളാഹു അല്ലാതെ വേറൊരു ദൈവവും ഇല്ലെന്ന് തന്നെയാണ്. അതിന് നിങ്ങൾക്കെന്താ ഇത്ര പൊള്ളേണ്ട കാര്യം? അത് നിങ്ങളോടല്ലല്ലോ പറയുന്നത്, സുഹൃത്തെ, ഹിന്ദുക്കളോടല്ല പറയുന്നത്. ആ മതം വിശ്വസിക്കുന്ന ആൾക്കാരോടാണ് അത് പറയുന്നത്. നിങ്ങളതിന് പൊള്ളേണ്ട കാര്യമുണ്ടോ? ക്രിസ്ത്യാനി പറയുന്നു, ഈ ഭൂമിയിൽ ക്രിസ്തുവല്ലാതെ വേറൊരു ദൈവമില്ല, അവനിൽ കൂടി അല്ലാതെ വേറൊരുത്തനിൽ കൂടി ഒരു രക്ഷയുമില്ല സ്വർഗത്തിൽ ചെല്ലാൻ എന്ന് പറയുന്നത് ആ ക്രൈസ്തവ വിശ്വാസികളോടാ സുഹൃത്തുക്കളെ അത് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കേട്ടാൽ മതി. നിങ്ങളെന്തിനാ അവനത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറത്ത് കയറാൻ പോകുന്നത്? എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത്, ഞാൻ എന്ത് പറയണമെന്ന്. നിങ്ങളുടെ കുടുംബത്തിൽ കയറി എനിക്ക് എന്ത് തോന്നിയ മാസം പറയാമെന്നും കാണിക്കാമെന്നുമാണോ നിങ്ങളുടെ വിചാരണം? അല്ല, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കാര്യകർത്താക്കളും അധികാരിയും ഒക്കെ. അത് നിങ്ങളുടെ കുടുംബത്താണ്. ആ കുടുംബത്തെ കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ മുന്നേ കാണിക്കാമെന്ന് വരും. നീ അടി കൊണ്ട് എപ്പോൾ ചുരുട്ടെന്ന് ചോദിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ആ വിശ്വാസം. അതാത് മതത്തിൽ ആ വിശ്വാസമുള്ള ആൾക്കാരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോവുക. ഇപ്പം അള്ളാഹു അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് പറയുന്നത് അതാ ഹൈന്ദവ സഹോദരങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ അവരെ വിളിക്കണമെന്നോ അല്ല അത് അവർ പറയുന്നത്. അവരുടെ ജനത്തിനെ അവർ ഉത്ബോധിപ്പിക്കുക. കാരണം അവർ മറ്റു മാർഗത്തിലേക്കോ അല്ലെങ്കിൽ തെറ്റിലേക്കോ പോകാതിരിക്കാൻ അവരത് പറയുന്നതാണ്. അതിന് നിങ്ങളതിനെ കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതേപോലെ തന്നെ എന്തുവാ ശബരിമലയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, തത്വമസി ഞാനാകുന്നു. അത് നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്ക്, അത് ഞാനാകുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ശബരിമല തത്വമസി എന്ന് പറയുന്ന ഒരുത്തൻ അത് ഞാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവനോ മുസൽമാനോ ഒന്നും ഇളകുന്നൊന്നുമില്ലല്ലോ. അത് നിങ്ങൾക്ക് കാരണം വിവരമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരം ഇല്ലായിരിക്കും ഒരു വിവരക്കേടാണ്. അത് ഗിന്നസ് ബുക്കിൽ കിട്ടണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിച്ചാൽ അത് കിട്ടത്തില്ല. നിങ്ങളതൊരു ഡിഗ്രി ആയിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. വിവരക്കേട് ഒരു ഡിഗ്രിയാണെന്ന് നിങ്ങൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിവരക്കേട് ഇതിന് PhD ഒക്കെ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അത് നിങ്ങളുടെ. അദ്ദേഹം പറയുന്ന ABC മലയാളം യൂട്യൂബ് ചാനലിൽ ഇരുന്ന് ആ ഒരു രണ്ട് വർഗീയ വിഷങ്ങൾ അവിടെ ഇരുന്ന് ചവച്ച് തുപ്പുന്നത് കണ്ടു. വേടനെ രാമായണം വായിക്കാൻ അറിയത്തില്ല, വായിച്ച് അവന് 10 ശ്ലോകം വായിക്കാമോ അവൻ വിറയ്ക്കും. ഇപ്പോൾ താങ്കളെക്കാളിലും കൂടുതൽ അറിയാവുന്ന ദലിതന്മാർ ഇന്നിവിടെ ഉണ്ട്. രാമായണവും മഹാഭാരതവും ഒക്കെ പച്ചവെള്ളം പോലെ അരച്ചു കുടിച്ച ദലിതന്മാർ ഇവിടെ ഉണ്ട്. താൻ അതാദ്യം ഒന്ന് മനസ്സിലാക്കുക.
തനിക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ദളിതീന സമൂഹത്തിനറിയാം. ഇന്ന് രാമായണം എന്നാണെന്നും മഹാഭാരതം എന്നാണെന്നും രാമൻ ആരാണെന്നും സീത ആരാണെന്നും രാവണൻ ആരാണെന്നും ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാലേ ഈ പറയുന്ന ഇവനൊക്കെ ഇവിടെ ഇരുന്ന് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ആൾക്കാരെ കാണുന്നത് ഇഷ്ടമല്ല. കാരണം എന്നാണെന്നറിയാമോ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം. ഞാൻ വർഷങ്ങളോളം നോർത്ത് ഇന്ത്യയിൽ കിടന്നവനാണ്. എനിക്ക് കൃത്യമായിട്ടറിയാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ സഹോദരങ്ങളാണെന്നുള്ളൊരു ചിന്ത ആദ്യം ഉണ്ടാകുക. അത് ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ഉള്ള മുഖ്യ കാരണങ്ങളൊക്കെ പറഞ്ഞു തരാം, തെളിവ് സഹിതം പറഞ്ഞു തരാം. കുഞ്ഞിനെ 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കണ്ടതല്ലേ, ഈ TV മാധ്യമങ്ങളിൽ കൂടി 4 വയസ്സായ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ചതാരാ? നിന്നെ പോണക്കുള്ള വിഷം വമിപ്പിക്കുന്ന വർത്തമാനങ്ങൾ കേട്ടിട്ട് ആ സഹോദരൻ പോയി ചെയ്തതാണ്. എന്നിട്ട് അവൻ അതായത് ആരെ അറിയിപ്പിക്കാതെ അവൻ കൊണ്ടുകിടന്നു. ഇതേ ഉപദേശം കേട്ട ആ സ്ത്രീ ചെയ്തതെന്താ? ആ കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലെറിഞ്ഞു. നിങ്ങൾ ആ കുഞ്ഞിനെ, ആ കുടുംബത്തെ എന്താ നിങ്ങൾ രക്ഷിക്കാൻ പോകാഞ്ഞത്? അതേസമയം അതൊരു ക്രിസ്തു മതത്തിലുള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം മതത്തിലുള്ളതാണെങ്കിൽ ആ പണിയൊന്നും ചെയ്യത്തില്ല. 100% ഞാൻ ഗ്യാരണ്ടിയാണ് അതിന്. കാരണം അവരെ അത് തിരുത്താനുള്ള മനസ്സ് ഞങ്ങളുടെ പുരോഹിതന്മാർക്കൊക്കെ ഉണ്ട്. നിൻ്റെ പുരോഹിതനൊക്കെ എന്നാ മനസ്സാവുള്ളത്? അവന് ഓണവനെടുക്കണം, അമ്പലത്തിൽ കയറണം, ആ വിഗ്രഹത്തിന് ചുറ്റും 4 നടപ്പും നടക്കണം, വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കിട്ടുന്ന വാങ്ങിച്ച് ഞണ്ണണം. ഈ കോൺട്രിബ്യൂഷനേ ഉള്ളവന് ദൈവസങ്കല്പമായിട്ട്. നിങ്ങളുടെ സമൂഹത്തെ വളർത്തണമെന്ന് യാതൊരു താല്പര്യമില്ലാത്ത വൈദികരാണ് നിങ്ങളുടെയൊക്കെ. ഈ പൂജ കഴിഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ അത്താഴപ്പട്ടിണിക്കാരൻ്റെ വീടുകളിൽ ചെന്ന് സന്ദർശിച്ച് അവൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ പൂജാരിമാർ തിരക്കുന്നുണ്ടോ? ഇങ്ങനെല്ലാം വേടൻ ഒരു പാട്ട് പാടിയപ്പോഴത്തേന് അവന് ഇറങ്ങി ആ വേടൻ്റെ പുറത്ത് കയറാൻ വന്നു. അതല്ല സുഹൃത്തെ നല്ലത്. നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾ ഉന്നമനത്തിലെത്തിക്കാൻ നോക്കും. അതെങ്ങനെയാണ് ഒക്കുന്നത്? പാലക്കാട് കണ്ടില്ലേ, ശവത്തിന് വരെ ശവക്കോട്ട വേർതിരിച്ച, ജാതി വ്യവസ്ഥ ശവക്കോട്ട വരെ തിരിച്ച നികൃഷ്ട ജന്മങ്ങളുടെ നാടാണ് ഈ നാട്. അപ്പം ഇതെല്ലാം ഇതിനപ്പുറത്ത് ഇനിയുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരും അംഗീകരിക്കത്തില്ല, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ ആരും അംഗീകരിക്കത്തില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് താൽക്കാലിക വിജയങ്ങളൊക്കെ എവിടെ എപ്പോഴും ഉണ്ടാകും. കാരണം പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേൾക്കുമല്ലോ, ഒരു ചക്ക വീണ് വല്ലപ്പോഴും ഒരു മയിലിയാകും. ആ മുയലാണ് ഇപ്പം നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ചക്കയാണ് നിങ്ങൾ. എന്നും ആ ചക്ക അങ്ങ് വീഴത്തില്ല. വീണ ചക്ക ചീഞ്ഞും പോകും. ആലോചിച്ചോണം. ഇത് ഞാൻ എൻ്റെ മറ്റ് ഹൈന്ദവ സഹോദരങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഞാനവരെ താഴ്ത്തിക്കിട്ട് വീഴ്ത്തുകയൊന്നുമല്ല ചെയ്തത്. നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം, നന്ദി. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.